ഇലക്ട്രോലിറ്റിക് ഡിസോസിയേഷൻ. ഞാൻ പറഞ്ഞു അയോണിക് കോമ്പൗണ്ടുകളെ സ്പ്ലിറ്റ് ചെയ്ത് അയോൺ ആക്കുന്നതിന് ഇലക്ട്രോലിറ്റിക് ഡിസോസിയേഷൻ എന്നും, പോളാർ കോവാലന്റ് കോമ്പൗണ്ടുകളെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് അയോൺസ് ആക്കി മാറ്റുന്നതിന് അയോണൈസേഷൻ എന്ന് പറയാം അല്ലേ? ഓക്കെ, അപ്പം എഴുതിക്കോളൂ. ദ പ്രോസസ്, ഒരു ഡോട്ട് എഴുതാം. ദ പ്രോസസ് due to which an ionic compound dissociate into ions in the fused state or in aqueous solution. അതാണ് ഇലക്ട്രോലൈറ്റിക് ഡിസോസിയേഷൻ. അടുത്തത് നമ്മൾ ഡോട്ട് വേണ്ട, അടുത്തൊരു ഹെഡിങ് പോലെ എഴുതിക്കോ. ഇലക്ട്രോലൈറ്റിക് ഡിസോസിയേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. ഇലക്ട്രോലിറ്റിക് ഡിസോസിയേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്, NaCl. അപ്പൊ NaClന്റെ ഞാൻ പറഞ്ഞു, NaClനെ ഡിസോസിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, NaCl എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോ വാലന്റ് കോമ്പൗണ്ടാണ്. അതിന്റെ സ്ട്രക്ചറിനകത്ത് Na പ്ലസും Cl മൈനസും ഉണ്ട്, ശരിയല്ലേ? കാരണം Na ഒരു ഇലക്ട്രോൺ ക്ലോറിന് കൊടുത്തിട്ടാണ് NaCl ഉണ്ടാകുന്നത്. അപ്പൊ Na പ്ലസും Cl മൈനസും തമ്മിലാണ് ബോണ്ട് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സോളിഡ് സ്റ്റേറ്റിൽ ക്ലോറൈഡ് സോഡിയം ക്ലോറൈഡ് അയോൺസ് മൂവബിൾ അല്ല. കാരണം സോളിഡ് സ്റ്റേറ്റിൽ എന്താ, അയോൺസ് മൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലല്ല ഇരിക്കുന്നത്. എന്നാൽ കാരണം എന്ന് വെച്ചാൽ അവർ തമ്മിൽ പോസിറ്റീവ് നെഗറ്റീവ് ആണ്, ആയതുകൊണ്ട് തന്നെ അവർ തമ്മിൽ നല്ല സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് സോളിഡ് സ്റ്റേറ്റ്. എന്നാൽ ലിക്വിഡ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്യൂസ്ഡ് സ്റ്റേറ്റിലോ അതെന്ത് ചെയ്യും, കറണ്ട് കണ്ടക്ട് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നോക്കിക്കോളൂ, അതിന്റെ കൺസെപ്റ്റ് ആണ് പറയാൻ പോകുന്നത്. ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക. സോളിഡ് sodium chloride is an electrovalent compound. Its crystal structure contains sodium and chloride ion in solid state. These ions are not free but are held together by strong positive charge negative charge ഇടയ്ക്ക് ഉണ്ടാകുന്ന ഫോഴ്സിനെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. So it does not conduct electricity. ചിലപ്പോൾ പരീക്ഷ കഴിയും why solid NaCl does not conduct electricity. കാരണം എന്താ, solid NaCl does not conduct electricity because their ions, that is sodium and chloride ions, are എന്താണ് not free because they are held together by strong electrostatic force of attraction. ഇനി in aqueous, അടുത്ത ഡോട്ട് ഇട്ട് in aqueous state aqueous state എന്ന് പറയുമ്പോൾ ആര് ആഡ് ചെയ്തു, aqueous എന്ന് പറയുമ്പോൾ വെള്ളം ആഡ് ചെയ്തു. അപ്പൊ വെള്ളത്തിനകത്തെ ബോണ്ടിന്റെ പ്രത്യേകത, വെള്ളത്തിനകത്ത് കോവാലന്റ് ബോണ്ട്, അതായത് ഞാൻ ആ വെള്ളത്തിന്റെ വാട്ടറിന്റെ മോളിക്യൂൾ ഇങ്ങനെ വരയ്ക്കാം, H2O ആണ്. അപ്പൊ H2O എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഇങ്ങനെയാണ്. ഓക്കെ, ഈ ഓക്സിജൻ നല്ല ഇലക്ട്രോ നെഗറ്റീവ് ആണ്. നമ്മുടെ HCl പോലെ HCl ക്ലോറിൻ എന്ത് ചെയ്യും,
ആ HCl ഇടയ്ക്കുള്ള ബോണ്ടിനെ ക്ലോറിൻ അടുത്തോട്ട് നീക്കി വെക്കുമ്പോൾ സ്ലൈറ്റ് പോസിറ്റീവ് സ്ലൈറ്റ് നെഗറ്റീവ് ഉണ്ടാവും. ഇവിടെ അതേപോലെ തന്നെ ഈ ബോണ്ടിനെ ഓക്സിജൻ അടുത്തോട്ട് നീക്കി വെക്കും. അപ്പോൾ ഓക്സിജൻ ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജും ഇവർക്ക് ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജും വരും. ഈ സ്ലൈറ്റ് നെഗറ്റീവ് ചാർജും പിന്നെ ഇതാണ് വെള്ളത്തിൽ കലക്കുന്നത്, മറ്റേ സോഡിയത്തിനകത്ത് കലക്കുന്നത്. അപ്പോൾ സോഡിയത്തിന്റെ പോസിറ്റീവ് ചാർജിനെ ഈ നെഗറ്റീവ്ലി ചാർജ് ഓക്സിജൻ ഇങ്ങോട്ടേക്ക് വലിക്കും. അപ്പോൾ അവിടെ എന്തുണ്ടാവും? അവിടെ ആ ബോണ്ട് പൊട്ടും, അതിനിടയ്ക്കുള്ള ബോണ്ട് പൊട്ടും. അതിനെപ്പറ്റിയാണ് എഴുതാൻ പോകുന്നത്. നോക്കിക്കോളൂ. ഇൻ അക്വ സ്റ്റേറ്റ് ദ സ്ലൈറ്റ്ലി നെഗറ്റീവ്ലി ചാർജ്ഡ് oxygen atom of polar water molecule exert a pull on the positively charged sodium ion. A similar pull is exerted by the slightly positively charged hydrogen atom of water on എന്താണ് negatively charged chloride ion. Thus attraction between NaCl molecule breaks and ions become free. So they conduct electricity. അപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇവിടെ നോക്കിയേ, ഉദാഹരണം പറയാം, ഇവിടെ നോക്കാം. H2O എന്ന് പറഞ്ഞാൽ കണ്ടോ, H2O എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു H2O എങ്ങനെ ആയിരിക്കുന്നത്? H2O സ്ട്രക്ചർ വൈസ് ഇങ്ങനെ ആയിരിക്കുന്നത്. H2O ഇങ്ങനെ ആയിരിക്കുന്നത്. ബോണ്ട് ഈ ഓക്സിജൻ അടുത്തോട്ട് നീങ്ങിയിരിക്കുന്നു, കോവാലന്റ് ബോണ്ടാണ്, നീങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഓക്സിജൻ എന്ത് ചാർജാണ്? സ്ലൈറ്റ് നെഗറ്റീവ്, വാട്ടറിന് ഹൈഡ്രജന് സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ്. ഓക്കെ, ഇത് തൊട്ടടുത്തുള്ള Na+ഉം Cl- മൈനസിനകത്തുമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ഓക്സിജൻ ആറ്റം ഇവനെ എന്ത് ചെയ്യും? ഇവനെ ഇങ്ങോട്ടേക്ക് വലിക്കും. അതേപോലെ വാട്ടർ മോളിക്കൂൾ ഒരു വാട്ടർ മോളിക്കൂൾ അല്ലല്ലോ, ഒത്തിരി വാട്ടർ മോളിക്കൂൾ ഉണ്ടല്ലോ. ഇപ്പുറത്തൊരു വാട്ടർ മോളിക്കൂൾ ഉണ്ടെന്ന് വിചാരിക്കുക, H എന്നിങ്ങനെ. ഇത് സ്ലൈറ്റ് നെഗറ്റീവ്, ഇത് സ്ലൈറ്റ് പോസിറ്റീവ്, ഈ സ്ലൈറ്റ് പോസിറ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റം എന്ത് ചെയ്യും? ഈ ക്ലോറിൻ ആറ്റത്തിനെ ഇങ്ങോട്ടേക്ക് പുൾ ചെയ്യും. അപ്പൊ നോക്കി, ഇവനെ ഇങ്ങോട്ടും വലിച്ചു കഴിഞ്ഞാൽ ഈ ബോണ്ട് എന്ത് ചെയ്യും? പൊട്ടിയിട്ട് Na+ഉം Cl- ആയിട്ട് മാറും. അയോൺസ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യും? കറണ്ട് കണ്ടക്ട് ചെയ്യും. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കല്ലേ, അതെങ്ങനെ 2 വാട്ടർ മോളിക്കൂൾ വന്നത്? ശരിക്കും 2 അല്ല, ലക്ഷക്കണക്കിന് വാട്ടർ മോളിക്കൂൾ ഉണ്ട്. ഒരു NaCl മോളിക്കൂൾ അല്ല, ലക്ഷക്കണക്കിന് NaCl മോളിക്കൂൾ ഉണ്ട്. ഇപ്പൊ ഒരു പാത്രത്തിൽ ഉപ്പ് എടുത്തിട്ട് നിങ്ങൾ അതിനെ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു NaCl മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അല്ല, കോടിക്കണക്കിന് NaCl മോളിക്കൂൾ അതിനകത്ത് കാണാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇനി മോൾട്ടൺ സ്റ്റേറ്റിലാണെങ്കിലോ, മോൾട്ടൺ സ്റ്റേറ്റിലും കണ്ടക്ട് ചെയ്യുന്ന പറഞ്ഞത്, അല്ലെ ഫ്യൂസ്ഡ് സ്റ്റേറ്റിലും കണ്ടക്ട് ചെയ്യുന്ന പറഞ്ഞത്, അല്ലയോ? അപ്പം അതെങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? അക്വ സൊല്യൂഷനിൽ വാട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളി ചെയ്യുന്നതുകൊണ്ടാണ്. മോൾട്ടൺ സ്റ്റേറ്റിൽ എന്താ നോക്കിയോ, ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് the high temperature required to melt the solid weakens the bond between the particles.
and the ions are set. Ions become free എന്ന് എഴുതിയാൽ ions become free and ions become free. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓൺലൈനിലുള്ളവർക്ക് മനസ്സിലായ കാര്യം? ദിവ്യ, സന, അതേപോലെ തന്നെ അഭിനവ്. ഓക്കെ 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 ഓക്കെ. ഇനി അടുത്തത് അയോണൈസേഷൻ ഹെഡിങ് കൊടുക്കുക. അയോണൈസേഷൻ ഇലക്ട്രോലൈറ്റിക് ഡിസോസിയേഷൻ നടക്കുന്നത് അയോണിക് കോമ്പൗണ്ടിലാണ്. അത് കോവാലന്റ് കോമ്പൗണ്ട്, പോളാർ കോവാലന്റ് കോമ്പൗണ്ട്. കോവാലന്റ് കോമ്പൗണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട്, പോളാറും ഉണ്ട് നോൺ പോളാറും ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇപ്പം HCl എന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ കോവാലന്റ് ബോണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ഇത് പോളാറാണ്. കാരണം എന്താ? ക്ലോറിന്റെ ഇലക്ട്രോനെഗറ്റീവ് ഉള്ളതുകൊണ്ട് ഈ ബോണ്ടിനെ ക്ലോറിന്റെ അടുത്തോട്ട് നീക്കി വെക്കുമ്പോൾ ക്ലോറിന്റെ സ്ലൈറ്റ് നെഗറ്റീവും സ്ലൈറ്റ് പോസിറ്റീവ് ഉണ്ടാവും. പോളാറാണ്. നേരെ മറിച്ച് H ബോണ്ടഡ് വിത്ത് H, ഇതും കോവാലന്റാണ്. പക്ഷെ ഇവിടെ പൊളാരിറ്റി ഉണ്ടോ? കാരണം ഈ ഹൈഡ്രജനും ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ് അതിനെ പിടിച്ചു വെക്കുന്നത്. അപ്പം ഇവിടെ പൊളാരിറ്റി ഉണ്ടാകുന്നില്ല. അപ്പം ഇത് കോവാലന്റ് ബോണ്ടാണ്, ഇതൊരു കോവാലന്റ് കോമ്പൗണ്ട് ആണ്. പക്ഷെ പൊളാരിറ്റി ഉള്ളതുകൊണ്ടാണ് ഇതിനെ പോളാർ കോവാലന്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇത് ഒരു കോവാലന്റ് ബോണ്ടാണ്, ഇതൊരു കോവാലന്റ് മോളിക്യൂളാണ്. പക്ഷെ ഇവിടെ പോളാർ അല്ല, പൊളാരിറ്റി ഇല്ല. അതുകൊണ്ട് ഇതിനെ നോൺ പോളാർ കോവാലന്റ് ബോണ്ട് എന്ന് പറയും. ഈ അയോണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈ പോളാർ ആയിട്ടുള്ള കോവാലന്റ് ബോണ്ടിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് H+ Cl-, അതായത് സ്ലൈറ്റ് പോസിറ്റീവും നെഗറ്റീവ് ചാർജ് എന്നുള്ളത് കംപ്ലീറ്റ് പോസിറ്റീവും കംപ്ലീറ്റ് നെഗറ്റീവ് ചാർജ് ആക്കി മാറ്റുന്ന ഒരു ടെക്നിക്കാണ് നമ്മുടെ ഈ അയോണൈസേഷൻ എന്ന് പറയുന്നത്. അത് കോവാലന്റ് ബോണ്ടിൽ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ എഴുതാം നമുക്ക്. നോക്കിക്കോളൂ. ദ പ്രോസസ് by which polar covalent compound are converted into ions in water. കാരണം ഈ പോളാർ കോവാലന്റ് കോമ്പൗണ്ടിന് അതിനകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അത് ഇപ്പൊ H+ Cl- ആണല്ലോ HCl-നകത്തുള്ളത്. അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ഈ H സ്ലൈറ്റ് നെഗറ്റീവ് എന്നുള്ളത് H കംപ്ലീറ്റ് പ്ലസ് ആയിട്ട് മാറും. Cl സ്ലൈറ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ C കംപ്ലീറ്റ് നെഗറ്റീവ് ആയിട്ട് മാറും. Cl കംപ്ലീറ്റ് നെഗറ്റീവ് ആയിട്ട് മാറും. അത് വാട്ടർ ആഡ് ചെയ്യുമ്പോഴാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനെ എഴുതാം: H ബോണ്ടഡ് വിത്ത് Cl, ഇത് സ്ലൈറ്റ് പോസിറ്റീവും സ്ലൈറ്റ് നെഗറ്റീവ്. ഇതിനകത്തോട്ട് ഞാൻ വാട്ടർ ആഡ് ചെയ്യാണ്. അപ്പോഴാണല്ലോ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ നോക്കിയോ, ഈ സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ സ്ലൈറ്റ് പോസിറ്റീവ് വാട്ടറിന്റെ വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. വാട്ടറിന് നമ്മൾ തൊട്ട് മുമ്പേ എന്താ, വാട്ടറും പോളാർ കോവാലന്റ് അതുകൊണ്ട് ഇങ്ങനെ വരയ്ക്കാൻ വേണമെങ്കിൽ, അതായത് OA ഇവിടെ H ഇങ്ങനല്ലേ വരച്ച്. ഇത് സ്ലൈറ്റ് നെഗറ്റീവ്, ഇത് സ്ലൈറ്റ് പോസിറ്റീവ്, ഇത് സ്ലൈറ്റ് പോസിറ്റീവ്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ സ്ലൈറ്റ് പോസിറ്റീവ് വന്നിട്ട് ഇതിങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ സ്ലൈറ്റ് പോസിറ്റീവ് വന്നിട്ട് തന്നെ ഇവിടെ വന്ന് ചേർന്നിട്ട് കണ്ടോ? അപ്പൊ ഇവിടെ വന്ന് ചേരുമ്പോൾ നോക്കിയേ എന്താവും? അത് H3O+ ആയിട്ട് മാറും. അതായത് ഒരു ഓൾറെഡി ഇവിടെ H ഉണ്ട്, 2 H ഉണ്ട്. ഈ H കൂടെ ഇവിടെ വരുമ്പോഴത്തേക്ക് 3 H ആവും. പിന്നെ ഒരു 3 ഉണ്ട്. അപ്പൊ H3O+. ഓക്കെ. പ്ലസ് എന്താണ്? ഈ Cl എന്താ? ഇത് കൊണ്ട് പൊട്ടുമ്പോൾ ഈ Cl എന്തായിട്ട് മാറും? Cl- മാറും. തൽക്കാലം ഇങ്ങനെ ഓർത്ത് വെച്ചു. അപ്പം ഇവിടുന്ന് വരുന്ന H+ അയോൺ എന്ത് ചെയ്യുന്നറിയാം? വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് H3O+ ആയിട്ട് മാറും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇത് എഴുതിയിട്ട് ഇങ്ങനെ ഒരു കാര്യം എഴുതുക: when HCl is added, എഴുതടാ, ഈ റിയാക്ഷൻ എഴുതിയിട്ട് എഴുതടാ. when HCl is added to water. വാട്ടർ എന്താ? വാട്ടറും ഒരു പോളാർ സോൾവെന്റ് ആണ്.
water, the slightly negatively charged oxygen atom of the water oxygen atom of the water exerts an electrostatic pull on the slightly positively charged നേരത്തെ പോലെ തന്നെ positively charged hydrogen ion present in the molecule of HCl. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ അയണൈസേഷൻ ആൻഡ് ഡിസോസിയേഷൻ. അപ്പം ആദ്യം അയോണൈസേഷൻ എഴുതുക, ഇവിടെ ഡിസോസിയേഷൻ. ഞാൻ ചോദിച്ചേ, അയോണൈസേഷനിലെ അയോൺസ് ഉണ്ടാകുന്നതിന് മുമ്പ് അതിനകത്തുള്ള പാർട്ടിക്കിൾ കംപ്ലീറ്റ്ലി അയോൺസ് ആയിരുന്നു. എന്തായിരുന്നു? ഇപ്പൊ HCl-നകത്തെ Hനെ H+ഉം Cl- ആക്കി. അപ്പൊ HCl-നകത്തെ H ഓൾറെഡി പോസിറ്റീവ് ചാർജ് അയോൺസ് ആയിരുന്നു? അല്ല, സ്ലൈറ്റ് പോസിറ്റീവ് സ്ലൈറ്റ് നെഗറ്റീവ് ആയിരുന്നു. എന്നാൽ NaCl ഓൾറെഡി Na+ഉം Cl- തമ്മിലുള്ള ബോണ്ട് അത് ഓൾറെഡി അവർ അയോണിക് ഫോമിലായിരുന്നു. അതിനെ ഡിസോസിയേറ്റ് ചെയ്തപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും അയോൺസ് തന്നെയായിട്ട് മാറി. ഇവിടെ ഒരിക്കലും ഇവർ എന്തല്ലായിരുന്നു, ഇവര് H സ്ലൈറ്റ് പോസിറ്റീവ് ബോണ്ടഡ് വിത്ത് Cl സ്ലൈറ്റ് നെഗറ്റീവ്, ഒരിക്കലും അയോൺസ് അല്ല. പക്ഷെ ഇവര് ബ്രേക്ക് ചെയ്തപ്പോൾ ഇവരെന്തായിട്ട് മാറി? H+ഉം Cl- ആയിട്ട് മാറി. H+ ആയത് H3O+ ആയിട്ടാണ്. H+ ആയിട്ടല്ല, H3O+ ആയിട്ടാണ് ആയിട്ടുള്ളത്. അതിന് നമ്മൾ ജനറലി H+ എന്ന് എടുക്കുക. ഓക്കെ, അപ്പം അത് തന്നെയാണ് അതിന്റെ ആദ്യത്തെ ഡിഫറൻസ്. അത് എഴുതിക്കോളൂ. ഫോർമേഷൻ ഓഫ് positively charged ions from molecules which are not initially in the ionic state. അതേപോലെ തന്നെ separation of ions which are already present in an ionic compound. അയണിക് കോമ്പൗണ്ടിൽ അവർ അയോൺസ് തന്നെ ആയിട്ടായിരുന്നേ, അതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തേ ഉള്ളൂ, അപ്പോഴും അത് അയോൺസ് ആയി. കോവാലന്റ് കോമ്പൗണ്ടിൽ അവർ അയോൺസ് ആയിട്ടല്ല ഇരിക്കുന്നത്, പകരം സ്ലൈറ്റ്ലി പോസിറ്റീവ് സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടായിരിക്കുന്നത്. അവരെ പൊട്ടിച്ച് കംപ്ലീറ്റ്ലി അയോൺസ് ആക്കി മാറ്റുന്നതിനാണ് അയണൈസേഷൻ എന്ന് പറയാം. അയോണിക്
പിന്നെ പോളാർ കോവാലന്റ് കോമ്പൗണ്ട് ഷോ അയണൈസേഷൻ. പോളാർ കോവാലന്റ് കോമ്പൗണ്ട് ഷോസ് അയോണൈസേഷൻ. ഇവിടെ നോൺ പോളാർ അല്ല, അയോണിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് കോമ്പൗണ്ട്. ഇലക്ട്രോ വാലന്റ് കോമ്പൗണ്ട് ഷോ ഡിസോസിയേഷൻ. ഒരു സെഷൻ ഇതോടെ കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത സെഷനിലേക്ക് പോകണം. ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഇത് എഴുതി കഴിഞ്ഞിട്ട് ഹെഡിങ് എഴുതുക, ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഇത് എഴുതി കഴിഞ്ഞിട്ട് ഓക്കെ, അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ. ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഇതിനകത്ത് ഇച്ചിരി പാടുള്ള ഒരു ടോപ്പിക്കിലേക്കൊക്കെ കയറാൻ പോവാം. ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് മെറ്റലിനെ അതിന്റെ റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിങ് ഓർഡറിൽ എഴുതുന്ന ഒരു ടെക്നിക്കാണ്, അല്ല ഒരു ടേബിളാണ്. എന്ത് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റൽസിനെ അതിന്റെ റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ടേബിളിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഓക്കെ ആണല്ലോ? അപ്പം ശരിക്കും മെറ്റൽസിന്റെ ഉണ്ട്, അതേപോലെ തന്നെ ആനയോൺസിന്റെ ഒരു എന്താണ് റിയാക്ടിവിറ്റിയുടെ ഓർഡറും നമുക്ക് പഠിക്കാനുണ്ട് സീരീസ്. പക്ഷെ ആദ്യം മെറ്റലിനെ പഠിക്കാനുണ്ട്. അപ്പൊ നോക്കിക്കോളൂ. ഓക്കെ, ഞാൻ വിചാരിച്ചിട്ടെ ഒരു എലമെന്റ് റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? ഒരു എലമെന്റ് റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? അതിനർത്ഥം ഒരു എലമെന്റ് പെട്ടെന്ന് അതിന്റെ ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് കാറ്റയോൺ ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ പെട്ടെന്ന് ഒരു എലമെന്റ് ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് പെട്ടെന്ന് ആനിയോൺ ഫോം ചെയ്യുമ്പോഴാണ് റിയാക്ഷൻ, അല്ലേ? അത് റിയാക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് അതിന്റെ അല്ലെങ്കിൽ ഒരു എലമെന്റ് പെട്ടെന്ന് തന്നെ ഇലക്ട്രോണിനെ വിഡ്രോ അല്ലെങ്കിൽ ലൂസ് ചെയ്യാൻ പറ്റിയാൽ അവൻ പെട്ടെന്ന് അവനെ ലോസ് ചെയ്തെങ്കിൽ അവൻ ഓക്സിഡേഷൻ നടന്നെന്ന് പറയാൻ പറ്റും. ശരിയല്ലേ? ഒരു എലമെന്റ് പെട്ടെന്ന് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും അത് അയോൺസ് ആയിട്ട് മാറും. അപ്പൊ അത് റിഡക്ഷൻ നടന്നു പറയാൻ പറ്റും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലമെന്റ് റിയാക്ട് ചെയ്തു എന്ന് പറയണമെങ്കിൽ, അത് മനസ്സിലാക്കണമെങ്കിൽ ആ എലമെന്റ് പെട്ടെന്ന് ഇലക്ട്രോണിനെ ലോസ് ചെയ്യുകയോ അല്ലെ പെട്ടെന്ന് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുകയോ ചെയ്യുമെന്നാണ് അർത്ഥം. മനസ്സിലാക്കിക്കോണം. ഒരു എലമെന്റ് റിയാക്റ്റീവ് ആണെന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ എലമെന്റ് പെട്ടെന്ന് തന്നെ അതിൻ്റെ കയ്യിലുള്ള ഇലക്ട്രോൺസിനെ വിഡ്രോ ചെയ്യാൻ കഴിവുണ്ട്, കൊടുക്കാൻ കഴിവുണ്ട്. ആർക്കെങ്കിലും കൊടുക്കും. Na പ്ലസ് അല്ലെ Na ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലാണ്. അതുകൊണ്ട് Na എന്ത് ചെയ്യും? Na പെട്ടെന്ന് തന്നെ ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് Na പ്ലസ് ആയിട്ട് മാറും.
Na പെട്ടെന്ന് തന്നെ അവൻ ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് Na+ ആയിട്ട് മാറുന്നതുകൊണ്ടാണ് അവൻ ഹൈലി റിയാക്റ്റീവ് ആണെന്ന് പറയാൻ കാരണം. അപ്പം ഒരു എലമെന്റ് റിയാക്റ്റീവ് ആണെന്ന് പറയണമെങ്കിൽ അവന്റെ ഇലക്ട്രോണിനെ പെട്ടെന്ന് ലൂസ് ചെയ്യാൻ പറ്റണം. എത്രയും പെട്ടെന്ന് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്നോ അത്രയും റിയാക്റ്റീവ് ആയിരിക്കും. എന്നാൽ എല്ലാ എലമെന്റും ഒരേ എക്സ്റ്റെന്റിലല്ല ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്നത്. സോഡിയവും പൊട്ടാസ്യവും ഒക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും. പക്ഷെ എന്താ കോപ്പറും അല്ലെങ്കിൽ ഹൈഡ്രജൻ നോൺ മെറ്റൽ നമുക്ക് ഇവിടെ ഇതിനകത്ത് നമ്മൾ ഈ മെറ്റലിന്റെ കേസിലാണ് പഠിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ് ഗോൾഡ് ഒന്നും ഇലക്ട്രോണിനെ ലൂസ് ചെയ്യത്തില്ല, ഗോൾഡ് ഒന്നും റിയാക്ട് ചെയ്യത്തില്ല. ഗോൾഡ് റിയാക്ട് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ഗോൾഡിനെ ഓർണമെന്റ് ആയിട്ട് ധരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, പെട്ടെന്ന് തന്നെ ഈ ഓക്സിജനുമായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് ഇത് വേറെ ആയിട്ട് മാറും. മനസ്സിലായോ? അപ്പൊ ഒരു എലമെന്റ് റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ റിയാക്ട് ചെയ്തു അല്ല റിയാക്ട് ചെയ്യും എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് ആ എലമെന്റ് എത്രയും പെട്ടെന്ന് ഇലക്ട്രോണിനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? ഇലക്ട്രോണിനെ ഏതെങ്കിലും ഒരു എലമെന്റ് ഗെയിൻ ചെയ്താൽ ഒരു റിയാക്ഷൻ തന്നെയാണ്. മനസ്സിലായോ? ഒരാൾ ലൂസ് ചെയ്യുമ്പോഴാണ് ആ ലൂസ് ചെയ്ത ഇലക്ട്രോണിനെ ആണല്ലോ മറ്റേ ആൾ ഗെയിൻ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇലക്ട്രോൺ ലൂസ് നടന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് ഒരു ഗെയിൻ നടക്കും, ഉറപ്പാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, നോക്കിക്കോളൂ. based on the ease എന്ന് പറയുമ്പോൾ ആ ഒരു സ്പീഡ് ഈസ് വിത്ത് വിച്ച് atom of metal lose electron to form positively charged ion. അതായത് based on the ease with the atom of metal lost electron to form positively charged ion. അതായത് ഒരു ആറ്റം ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറാൻ പറ്റുന്നതിന്റെ ആ ഒരു ഈസ്നെസ്സിൽ നമ്മൾ എലമെന്റ് മെറ്റൽസിനെ അല്ലെങ്കിൽ മെറ്റൽസ് ആയിരിക്കും ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്നത്, മെറ്റൽസിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? കോമ the metals are arranged in a series is known as electrochemical. ഓക്കെ, അപ്പൊ അതിന്റെ നോക്കിക്കോളൂ, അതിന്റെ ആ ഒരു ഡിക്രീസിങ് ഓർഡർ നമുക്ക് ആദ്യം എഴുതാം. അതായത് നോക്കിക്കോളൂ, ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ളത് പൊട്ടാസ്യം. ഓക്കെ, അത് മെറ്റലിന് എഴുതുക, മെറ്റലിന് ഹെഡിങ് കൊടുക്കുക, മെറ്റല് അതിന്റെ കാറ്റയോൺ. പൊട്ടാസ്യം പൊട്ടാസ്യത്തിന്റെ കാറ്റയോൺ എന്താ? കെ പെട്ടെന്ന് തന്നെ K+ ആയി മാറാൻ കഴിവുണ്ട്. അടുത്തത് സോഡിയമാണ്, എൻഎക്ക് എന്തുണ്ട്? എന്നെ പെട്ടെന്ന് തന്നെ Na+ ആകാനുള്ള കഴിവുണ്ട്. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, Ca പെട്ടെന്ന് തന്നെ Ca2+ ആകാനുള്ള കഴിവുണ്ട്. Mg, അടുത്ത Mg ആണ്, Mg പെട്ടെന്ന് തന്നെ Mg2+ ആവും. അതേപോലെ തന്നെ അലൂമിനിയം പെട്ടെന്ന് 3 ഇലക്ട്രോണെ ലൂസ് ചെയ്തിട്ട് Al3+ ആവും. പിന്നെ സിങ്ക് 2+ ആയിട്ട് മാറുന്നു. പിന്നെ അയൺ Fe3+ ആയിട്ട് മാറും പെട്ടെന്ന് തന്നെ. നിക്കല് പെട്ടെന്ന് Ni2+ ആയിട്ട് മാറാനുള്ള കഴിവുണ്ട്. ടിന്ന് പെട്ടെന്ന് Sn4+ ആകാനുള്ള കഴിവുണ്ട്. അതേപോലെ തന്നെ പിന്നെ ലെഡ് Pb പെട്ടെന്ന് തന്നെ ഇലക്ട്രോണെ ലൂസ് ചെയ്തിട്ട് Pb2+ ആവാനുള്ള കഴിവുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഹൈഡ്രജൻ നോൺ മെറ്റലാണ്, പക്ഷേ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുക, കാരണം ഹൈഡ്രജൻ പോസിറ്റീവ്ലി ചാർജ്ഡ് അല്ലേ. ഹൈഡ്രജൻ പെട്ടെന്ന് തന്നെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറാനുള്ള കഴിവുണ്ട്. പിന്നെ കോപ്പർ Cu പെട്ടെന്ന് തന്നെ 2 ഇലക്ട്രോണെ ലൂസ് ചെയ്തിട്ട് Cu2+ ആയിട്ട് മാറാനുള്ള കഴിവുണ്ട്. അതേപോലെ തന്നെ
കോപ്പർ കഴിഞ്ഞിട്ട് പിന്നെ മെർക്കുറി ആണ് എച്ച് ജി പെട്ടെന്ന് തന്നെ Hg2+ ആകാനുള്ള കഴിവുണ്ട്. പിന്നെ സിൽവർ പെട്ടെന്ന് തന്നെ എന്താണ് Ag1+ ആകാനുള്ള കഴിവുണ്ട്. അതേപോലെ തന്നെ എന്താണ് പിന്നെയുള്ള റിയാക്റ്റീവ് ആയിട്ടുള്ളത് ഗോൾഡ് ആണ്. ഗോൾഡ് വളരെ പെതുക്കെ മാത്രമേ Au3+ ആയിട്ട് മാറത്തുള്ളൂ. അതേപോലെ തന്നെ പ്ലാറ്റിനം വളരെ പെതുക്കെ 4 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് മാത്രമേ Pt4+ ആയിട്ട് മാറുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കിയോ, ഇതിനർത്ഥം എന്തുവാ? ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള ആളാണ് പൊട്ടാസ്യം, പിന്നാരാ സോഡിയം, പിന്നാരാ കാൽസ്യം, പിന്നാരാ മഗ്നീഷ്യം, പിന്നാരാ അലൂമിനിയം, പിന്നാരാ സിങ്ക്, പിന്നാരാ അയൺ, പിന്നാരാ നിക്കല്, പിന്നാരാ ടിന്ന്, പിന്നെ ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം. അപ്പം അതിനർത്ഥം എന്തുവാ? ഈ കെ പെട്ടെന്ന് തന്നെ ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്താലല്ലേ K+ ആകത്തുള്ളൂ. അപ്പം നല്ല റിയാക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? പെട്ടെന്ന് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്ന അർത്ഥം. അപ്പൊ ഓക്സിഡേഷൻ നല്ലതായിട്ട് നടക്കുന്ന അർത്ഥം. അപ്പൊ ഇവിടെ ആർക്കാ ഓക്സിഡേഷൻ പെട്ടെന്ന് നടക്കുന്നത്? ഇവനാണോ നടക്കുന്നത് അതോ ഇവനാണോ നടക്കുന്നത്? ഓക്സിഡേഷൻ നടക്കുക എന്ന് പറയുമ്പോൾ ലോസ് ഓഫ് ഇലക്ട്രോൺ പെട്ടെന്ന് നടക്കുക. ലോസ് ഓഫ് ഇലക്ട്രോൺ പെട്ടെന്ന് നടക്കുക എന്ന് പറയുമ്പോൾ റിയാക്ടിവിറ്റി പെട്ടെന്ന് നടക്കുക, റിയാക്റ്റീവ് ആവുക നല്ലതായിട്ട്. അപ്പൊ ആർക്കായിരിക്കും പെട്ടെന്ന് ലോസ് ഓഫ്? അപ്പം നമുക്ക് താഴോട്ട് ഒരു ആരോ കൊടുത്തിട്ട് രണ്ട് കാര്യം എഴുതാം. താഴോട്ട് ഒരു ആരോ കൊടുത്തിട്ട് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആരോ കൊടുത്തിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എന്ന് എഴുതാം. അതായത് ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി, ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. ഇനി വീണ്ടും താഴോട്ട് ഒരു ആരോ കൊടുത്തിട്ട് താഴോട്ട് വരുന്ന ആൾ ഡിക്രീസിങ് ഈസ് ഓഫ് ഓക്സിഡേഷൻ, ഓക്സിഡേഷൻ ചെയ്യുന്നത് കുറയുന്നു, അതിന്റെ ഓർഡർ ആയി. ശരിയല്ലേ? ഓക്സിഡേഷൻ നന്നായിട്ട് ചെയ്യുന്ന ആരാ? ഓക്സിഡേഷൻ നന്നായിട്ട് ചെയ്യുന്ന ആൾ കെ ആണ് അല്ലേ? അപ്പം ഇത് ഡിക്രീസിങ് ഓർഡർ ഓഫ് ഓക്സിഡേഷൻ, ഡിക്രീസിങ് ഓർഡർ ഓഫ് ഓക്സിഡേഷൻ. ഇനിയും ഒരു ആരോ താഴോട്ട് കൊടുത്തിട്ട് ഒരു കാര്യം കൂടെ എഴുതാം. ആരോ താഴോട്ട് കൊടുത്തിട്ട് ഒരു കാര്യം കൂടെ നമുക്ക് എഴുതണം. എന്താണെന്നറിയാമോ? ഇൻക്രീസിങ് ഈസ് ഓഫ് ഡിസ്ചാർജ് അറ്റ് കാഥോഡ്, ഇൻക്രീസിങ് ഈസ് ഓഫ് ഡിസ്ചാർജ് അറ്റ് കാഥോഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ ഇലക്ട്രോണിന്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാറ്റയോൺ അല്ലേ ഫോം ചെയ്യുന്നത്. ഈ ഇലക്ട്രോലിസിസിനകത്ത് കാറ്റയോൺ എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്? എടാ കാക്കാന്ന് ഓർക്കാനാ പറഞ്ഞത്. കാറ്റയോൺ കാഥോഡിലോട്ട്, ആനിയോൺ ആനോഡിലോട്ട്, കാറ്റ് അല്ലേ? ആണോ? അപ്പം ഇതിനകത്ത് ഇൻക്രീസിങ് ഈസ് ഓഫ് ഡിസ്ചാർജ് അറ്റ് കാഥോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് വരുമ്പോഴാണ്. അപ്പം അവിടെ ഡിസ്ചാർജ് ചെയ്യുന്ന, പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ ചാർജ് മാറി ന്യൂട്രൽ ആവുക. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു Na+ അവിടെ പോയി പറ്റിപ്പിടിക്കുന്നത് എങ്ങനെയായിരിക്കും? അവിടെ നിന്ന് ഒരു ഇലക്ട്രോണെ വാങ്ങിച്ചിട്ട് എന്നെ ആയിട്ടായിരിക്കും പറ്റിപ്പിടിക്കുന്നത്. അപ്പൊ ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുവാ? Na+ ആയിട്ടുള്ള സാധനം അവന്റെ ചാർജിനെ കളഞ്ഞിട്ട് അവൻ ന്യൂട്രൽ ആയിട്ട് അവിടെ പോയി പറ്റിപ്പിടിക്കുക. അപ്പം താഴോട്ട് വരുമ്പോഴാണ് ഡിസ്ചാർജിങ് കപ്പാസിറ്റി കൂടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആർക്കായിരിക്കും പെട്ടെന്ന് പോയി ഡിസ്ചാർജ് ചെയ്യാനുള്ള കഴിവ്? പെട്ടെന്ന് അയോൺസ് ഫോം ചെയ്യാനുള്ള കഴിവ് ആർക്കാ? പൊട്ടാസ്യത്തിനാണ്. എന്നാൽ പെട്ടെന്ന് ആ ഫോം ചെയ്ത അയോൺസ് പെട്ടെന്ന് അവിടെ പോയി പറ്റിപ്പിടിക്കാനുള്ള കഴിവ് ആർക്കാ?
പ്ലാറ്റിനത്തിനായിരിക്കും. അതാണ് നമ്മൾ പറയുന്നത് ഇൻക്രീസിങ് ഈസ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കാഥോഡ്. പ്ലാറ്റിനം ആയിരിക്കും പെട്ടെന്ന് അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നത്, പോയി ഡിസ്ചാർജ് ചെയ്യുന്നത്. മനസ്സിലായോ? ഐഡിയ കിട്ടിയോ? അപ്പം ഓൾറെഡി പറഞ്ഞു റിയാക്റ്റീവ് നേച്ചർ കൂടുതലാക്കാം. പൊട്ടാസ്യം സോഡിയം കാൽസ്യം അവർക്ക് റിയാക്റ്റീവ് നേച്ചർ കൂടുതൽ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അവർ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ അയോൺ ആവുമല്ലോ. ഈ അയോൺ ആകുമ്പോൾ ഈ അയോൺ എവിടോട്ടാണ് പോകുന്നത്? ഇത് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ഇലക്ട്രോണിലോട്ടാണ് പോകുന്നത്, കാഥോഡിലോട്ടാണ് പോകുന്നത്. കാഥോഡിലോട്ട് പോകുമ്പോൾ ഈ അയോൺ ആയിട്ട് തന്നെ അവിടെ പോയി പറ്റി പിടിക്കും? ഇല്ല. ഈ അയോണിന്റെ ചാർജ് കളയും. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് കളയുക. അപ്പൊ അയോണിന്റെ ചാർജ് എങ്ങനെ കളയുന്നത്? Na ആവണമെങ്കിൽ എന്ത് ചെയ്യണം? Na+ ഒരു ഇലക്ട്രോൺ കുറവാണ്. അപ്പൊ ഒരു ഇലക്ട്രോണെ വാങ്ങിക്കഴിഞ്ഞാൽ അത് Na ആയി. അപ്പൊ ആ കാഥോഡിന് ഇഷ്ടത്തിന് ഇലക്ട്രോൺസ് ഉണ്ട്, കാഥോഡ് നെഗറ്റീവ് ചാർജ്. അപ്പൊ എന്ത് ചെയ്യും? Na+ അവിടുന്ന് ഒരു ഇലക്ട്രോണെ വാങ്ങിയിട്ട് എന്ത് ചെയ്യും? അവിടെ പോയി പറ്റി. മനസ്സിലായോ? അവിടെ പോയി പറ്റി പിടിക്കാനുള്ള കഴിവ് കൂടുതൽ, അല്ലെങ്കിൽ ചാർജിനെ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാനുള്ള കഴിവ് കൂടുതൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ആറ്റമായി മാറാനുള്ള കഴിവ് സോഡിയത്തിനെക്കാട്ടിലും ആൾക്കാർ തിരിച്ച്, അതായത് അയോൺ ആയത് പിന്നീട് തിരിച്ച് ആറ്റമാകാനുള്ള കഴിവ് ആർക്കായിരിക്കും കൂടുതൽ? പ്ലാറ്റിനത്തിനായിരിക്കും കൂടുതൽ. ഈ ഉണ്ടായ അയോൺ ആറ്റം ആവണമെങ്കിൽ എന്ത് ചെയ്യണം? Na+ Na ആവണമെങ്കിൽ എന്ത് ചെയ്യണം? Na+ എന്ന് പറയുന്ന സാധനം Na ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇലക്ട്രോണിനെ വാങ്ങണം. ഈ ഇലക്ട്രോണിനെ വാങ്ങുന്നത് എവിടെ? കാഥോഡിൽ ഇഷ്ടത്തിന് ഇലക്ട്രോൺ ഉണ്ട്. കാഥോഡ് എന്ത് ചെയ്യണം? അവിടെ പോയി, അല്ല ഇയാൾ അവിടെ പോയി അത് മേടിച്ചിട്ട് അവിടെ പോയി പറ്റി പിടിക്കണം. അപ്പൊ ഇവന്റെ ചാർജ് ഡിസ്ചാർജ് ആവും, ഇവൻ ആറ്റമായിട്ട് മാറും. അപ്പൊ ഡിസ്ചാർജ് ചെയ്യാനുള്ള കഴിവ് ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? നമ്മുടെ ആറ്റത്തിനായിരിക്കും. ഇത് ഈ അഭിനവിന് ഈ കാര്യം മനസ്സിലായെന്നൊന്ന് പറഞ്ഞേ. മനസ്സിലായില്ല? എന്താ മനസ്സിലാവത്തെ പറഞ്ഞേ? increasing use of charge cathode അത് മനസ്സിലായില്ല. ഇവിടെ നോക്കിയേ, അതായത് നമുക്ക് ഒരു എലമെന്റ് റിയാക്റ്റീവ് ആണെന്ന് പറയുകയാണെങ്കിൽ അതിനർത്ഥം അത് എത്രയും പെട്ടെന്ന് തന്നെ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാൻ അതിന് കഴിവ് വേണമെന്നുള്ളതാണ്. ഓക്കെ ആണോ അഭിനവ്? അതായത് ഈ മോളിൽ തന്നിരിക്കുന്ന ആൾക്കാർക്കെല്ലാം പെട്ടെന്ന് തന്നെ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, ഇതിനൊക്കെ പെട്ടെന്ന് തന്നെ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ ആണോ? ഓക്കെ. അപ്പം ഓക്സിഡേഷൻ നടക്കാനുള്ള കഴിവ്, അതായത് ഇലക്ട്രോണെ ലൂസ് ചെയ്യാനുള്ള കഴിവൊക്കെ കൂടുതൽ മുകളിലുള്ള ആൾക്കാർ. മോളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേക്കും റിയാക്ടിവിറ്റി കുറഞ്ഞു വരും. അത് മനസ്സിലായോ? മോളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ റിയാക്ടിവിറ്റി കുറഞ്ഞ എന്താ? ഓക്സിഡേഷന്റെ ടെൻഡൻസി കുറയുന്നതുകൊണ്ടാണ്. ആണോ? ഓക്കെ. ഇനിയും മനസ്സിലാകാത്തത് ഇൻക്രീസിങ് ഈസ് ഓഫ് ഡിസ്ചാർജ് അറ്റ് കാഥോഡ്, അതാണോ മനസ്സിലാവാത്തത്? ഓക്കെ, നോക്കിയോ, നമ്മള് NaCl കറണ്ട് കടത്തി വിട്ടാൽ അതെന്തായിട്ട് മാറും? Na+ Cl- ആയിട്ട് മാറും. ആണല്ലോ? ഇവിടെ ഒരു ഇലക്ട്രോഡ്, ഇവിടെ ഒരു ഇലക്ട്രോഡ് ഉണ്ട്. ഇത് ആനോഡ്, ഇത് കാഥോഡ്. ആനോഡിന് പോസിറ്റീവ് ചാർജ്, കാഥോഡിന് നെഗറ്റീവ് ചാർജ്. ആണല്ലോ? ഈ Na+ എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്? ഓക്കെ, Na+ കാഥോഡിലോട്ട് പോയിട്ട് എന്തുവാ ചെയ്യുന്നത്? അതായത് Na+ ചാർജിലായിട്ട് ഈ കാറ്റയോൺ ആയിട്ട് ഇവിടെ പോയി പറ്റി പിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ കാറ്റയോൺ മാറ്റണം, അതായത് അതിന്റെ ചാർജിനെ കളയണം. Na+ കളയണമെങ്കിൽ, പ്ലസ് കളയണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോൺ വാങ്ങിയാൽ മതി. അപ്പോൾ ഓൾറെഡി 2 ഇലക്ട്രോണേ ഉള്ളൂ. ഒരു ഇലക്ട്രോണെ വാങ്ങിക്കഴിഞ്ഞാൽ 2 വന്ന് പഴയ പോലെ തന്നെ ആയി. പഴയ പോലെ എന്ന് പറയുമ്പോൾ എന്താ? Na. അപ്പൊ ഈ ഒരു ഇലക്ട്രോൺ എവിടുന്ന് വാങ്ങും? കാഥോഡ് ഫുൾ നെഗറ്റീവ് ചാർജ്, അവിടെ ഇഷ്ടത്തിന് ഇലക്ട്രോൺ ഉണ്ട്. ഒരു Na പോയിട്ട് അവിടുന്ന് ഒരു ഇലക്ട്രോണെ മേടിച്ചിട്ട് ഡിസ്ചാർജ് ചെയ്യും, ചാർജിനെ കളയും. Na+ Na ആവാന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? ചാർജിനെ കളയുന്ന അർത്ഥം. അപ്പം ചാർജ് ന്യൂട്രൽ ആവാന്ന് അർത്ഥം അല്ലേ? അപ്പൊ അതെന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യാന്ന് അർത്ഥം. അപ്പം Na+ എന്ത് ചെയ്യുന്നു? അവന്റെ കാറ്റിയോണിക് ചാർജിനെ ഡിസ്ചാർജ് ചെയ്തിട്ട് Na ആയിട്ട് അവിടുന്ന് ഇലക്ട്രോൺ മേടിച്ചിട്ട് ഇവിടെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ. അപ്പം ആ കഴിവ് ഏറ്റവും കൂടുതൽ ഇവിടെ പ്ലാറ്റിനത്തിന്, അതായത് പെട്ടെന്ന് പോയിട്ട് അവിടെ പോയി ചാർജിനെ കളഞ്ഞിട്ട് പോയി പറ്റി പിടിക്കാനുള്ള കഴിവ് സോഡിയത്തിനേക്കാളും കൂടുതൽ ആർക്കാ? ഏറ്റവും താഴെയുള്ള പ്ലാറ്റിനത്തിന്.
ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനുള്ള കഴിവ് കൂടുതലും റിയാക്റ്റീവ് നേച്ചർ ഒക്കെ സോഡിയത്തിനും പൊട്ടാസ്യത്തിനും ഒക്കെയാണ് കൂടുതലെങ്കിലും പെട്ടെന്ന് പോയിട്ട് അവിടെ പോയി ആ അയോൺ പെട്ടെന്ന് പോയിട്ട് അവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കായിരിക്കും കൂടുതൽ? പ്ലാറ്റിനത്തിനോ അല്ല ഗോൾഡിനോ ഒക്കെ ആയിരിക്കും കൂടുതൽ. മനസ്സിലായോ? Yes, sir. വേറെ സനയ്ക്ക് ഡൗട്ട് ഉണ്ടോ? സനയ്ക്ക് ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. സന സർ ഇപ്പൊ ക്ലിയർ ആയി. ക്ലിയർ ആയി. പിന്നെ ദിവ്യക്ക് ദിവ്യ ഓക്കെ ആണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ നിർത്തുവാണ്. 7:15 നമുക്ക് ഞാൻ നാളെ നിങ്ങൾ വൈകിട്ട് ഫ്രീ ആണോ? നാളെ സൺഡേ ആയിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ ഒന്നെങ്കിൽ മണ്ടേലോട്ട് എടുക്കാം. നാളെ പറ്റുമെങ്കിൽ ഞാൻ രാവിലെ ഇടാം. വൈകിട്ട് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ അല്ലെ പിന്നെ മറ്റന്നാളത്തേക്ക് ആക്കിയിട്ട് ഈ ചാപ്റ്റർ മറ്റന്നാളെയും കൊണ്ട് തീർത്ത് തരാം. ഇന്നാണെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ വന്നിട്ട് താമസിച്ചു. ഓക്കെ, ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇലക്ട്രോ കെമിക്കൽ സീരീസ് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഭാഗത്ത്